ചർച്ചകൾ അല്ലെങ്കിൽ തലേ ദിവസം ഉണ്ടാവുന്ന സംഭവ വികാസങ്ങളൊക്കെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വരാജിന്റെ പ്രചരണ വാഹനത്തിലാണ് ഉള്ളത്. ശരി, എന്താണ് അവസാന ദിവസം സ്ഥാനാർത്ഥിക്കൊപ്പം ഉള്ളവർക്കും ഒക്കെ പറയാനുള്ളത്? ശ്രീജ, എം സ്വരാജിന്റെ വാഹന പര്യടനം, ഈ കുട്ടിക്കലാശത്തിലേക്കുള്ള വാഹന പര്യടനം ആരംഭിക്കുകയാണ്. മരുതിയിൽ നിന്ന്, നാരോക്കാവിൽ നിന്ന് ഈ വാഹന പര്യടനം ആരംഭിക്കുകയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണനും ചിത്തരഞ്ജൻ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വാഹനപര തുടക്കത്തിലുണ്ട്. ഈ വാഹനത്തിലാകട്ടെ ജെ മേഴ്സിക്കുട്ടിയമ്മയും VP സാനുവും ഉൾപ്പെടെ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. കെ രാധാകൃഷ്ണൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ രാധാകൃഷ്ണൻ MP വാഹന പര്യടനം, വാഹന പ്രചരണ ജാഥ, അവസാന ദിവസത്തെ കുട്ടിക്കാലത്ത് മുമ്പുള്ള വാഹന പ്രചരണ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് എം സ്വരാജിന്റേത്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അതായത് നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും കടന്നു വേണം ഇത് വൈകിട്ട് നിലമ്പൂരിൽ സമാപിക്കാൻ. എല്ലാ പഞ്ചായത്തുകളിലെ ജനങ്ങളെ നേരിൽ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ്. അദ്ദേഹത്തിനൊപ്പം വാഹനത്തിൽ CPM മുതിർന്ന നേതാവ്, സംസ്ഥാന സമിതി അംഗം ജെ മേഴ്സിക്കുട്ടിയമ്മയുണ്ട്, VP സാനുവുണ്ട്. അങ്ങനെ യുവ നേതാക്കളുടെയും അതുപോലെ തന്നെ പരിചയസമ്പന്നരായ നിരവധി തെരഞ്ഞെടുപ്പുകൾ കണ്ട് പ്രവർത്തനരംഗത്ത് വന്ന നേതാക്കളുടെയും ഒക്കെ പിന്തുണയോടുകൂടിയാണ് എം സ്വരാജിന്റെ വാഹന പ്രചരണ ജാഥ ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിൽ തുടങ്ങി നിലമ്പൂരിൽ സമാപിക്കുന്ന തരത്തിലാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എം സ്വരാജിന്റെ പ്രതികരണത്തിലേക്കും ഒക്കെ നമുക്ക് പോകാം. അദ്ദേഹം വലിയ തിരക്കുള്ള ദിവസമാണെങ്കിലും വാഹന പര്യടനം ആരംഭിക്കുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ? ഇന്നത്തോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എത്തിയ ആദ്യ നിമിഷം മുതൽ ആത്മവിശ്വാസം ഓരോ ദിവസം കഴിയുന്നവരും വർദ്ധിച്ചു വരുന്ന അനുഭവമായിരുന്നു. ഇപ്പോ മണ്ഡലത്തിലെ ഇടതുമുന്നണി പ്രവർത്തകരാകെ ആകാശത്തോളം ഉയർന്ന ആത്മവിശ്വാസവുമായാണ് നിൽക്കുന്നത്. നിലമ്പൂർ ചരിത്രം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഇപ്പോ ഏറ്റവും ഉയർന്ന ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ജനതയുടെ ഐക്യദാർഢ്യമായി ഈ തെരഞ്ഞെടുപ്പ് മാറും. 9 വർഷത്തെ ഭരണം വിലയിരുത്തി വോട്ട് ചെയ്യണമെന്നാണ് മുഖ്യമന്ത്രി, മന്ത്രിമാരും ഒക്കെ, പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആവശ്യപ്പെടുന്നത്. അത്രത്തോളം ആത്മവിശ്വാസമുണ്ടോ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അത് വോട്ടായി മാറുന്നത്? അസാധാരണമായ മാറ്റമാണ് കേരളത്തിലുണ്ടായത്. ആ മാറ്റങ്ങൾ അനുഭവിക്കുന്നവരാണ് മലയാളികൾ. ഇന്ന് പവർ കട്ടില്ല. ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും കോൺഗ്രസിന്റെ കാലത്തേതുപോലെ പവർ കട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കില്ല. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കുന്നു. 5 ലക്ഷം പേർക്ക് വീട് കിട്ടി. ആശുപത്രികളും പള്ളിക്കൂടങ്ങളും ലോകോത്തര നിലവാരത്തിലായി. വീട്ടമ്മമാരുടെ പെൻഷൻ ഉടനെ പ്രാബല്യത്തിൽ വരണം എന്ന് ജനം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിലേക്ക് നയിക്കും എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. നാടാകെ ആ മാറ്റം പ്രകടമാണ്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 20 മുതൽ കൊടുത്തു തുടങ്ങാൻ സർക്കാർ ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് മന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അത് അസ്വാഭാവികമെന്നൊക്കെ UDF പറയുന്നുണ്ട്. എല്ലാ മാസവും ഇപ്പൊ കൊടുക്കുകയാണല്ലോ. മുൻപുണ്ടായിരുന്ന കുടിശ്ശികയും തീർത്തു കൊടുക്കുകയാണ്. അപ്പോ കൊടുക്കാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കൊടുക്കുകയാണെങ്കിലാണ് ഈ പറയുന്ന വിമർശനത്തിന് പ്രസക്തിയുണ്ട്. തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ക്ഷേമ പെൻഷൻ ആളുകളുടെ കയ്യിൽ കിട്ടും. ആ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് ആക്ഷേപിക്കുകയാണ് കോൺഗ്രസ് നേതാവ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. ഒരു അസ്വാഭാവികതയുമില്ല. വർദ്ധിച്ചു തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കും LDF. അത് കേരളത്തിന്റെ ധനസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വർദ്ധിപ്പിച്ച് കൃത്യമായി കൊടുക്കണമെന്ന നിലപാടാണ് ഞങ്ങളുടേത്. വളരെ കൃത്യമാണ്. അദ്ദേഹം തിരക്കിലാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മറ്റ് ആളുകളും തേടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ VP സാനു, SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ, CPM-ന്റെ സംസ്ഥാന സമിതി അംഗം നമ്മോടൊപ്പം ചേരുന്നു. സാനു, തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു ഈ ഘട്ടത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനവും ആവേശവും ഒക്കെ കാണുമ്പോൾ? തുടക്കം മുതൽ നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് വന്നിറങ്ങുന്നത് മുതലാണ് ഈ ആവേശം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. സ്ഥാനാർത്ഥിയായി എപ്പോ എം സ്വരാജിനെ പ്രഖ്യാപിച്ചു ആ നിമിഷം മുതൽ ആ പ്രഖ്യാപനം, എം സ്വരാജ് എന്ന് പറയുന്ന പേര് ഗോവിന്ദൻ മാഷ് പറഞ്ഞ് ഒരു അരനിമിഷം പോലും ഇടവേളയില്ലാതെ ഈ നിലമ്പൂരിലെ ജനത തെരുവിലിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും ആവേശപൂർവ്വം അന്ന്
തെരുവിലേക്ക് ഇറങ്ങിയതാണ്, പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയതാണ്. ആ സജീവത ഇപ്പോൾ ഈ അവസാന നിമിഷങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ടെമ്പോ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിലൊരു സ്ഥാനാർത്ഥി വരുന്നു. യുവാക്കളിലൊക്കെ വലിയ CPM-ന്റെ DYFI-യുടെ ഒക്കെ യുവാക്കളുടെ വലിയൊരു ആവേശം കാണാറുണ്ട്. അത് ഈ പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരമായതുണ്ടാവും. അത് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം അത് ഒരു യുവ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് സഖാവ് എം സ്വരാജ് യുവാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, അവർക്ക് വളരെ ഹരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി വീക്ഷിക്കുന്ന ആളുകളാണ് കേരളത്തിലെ യുവത. അത് ഇടതുപക്ഷക്കാർ മാത്രമല്ല, പുറമെ പൊതുവെയുള്ള മുഴുവൻ ജനങ്ങളും എം സ്വരാജിന്റെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ വളരെ ആകർഷഭരിതരാകുന്നവരാണ്, ആവേശഭരിതരാകുന്നവരാണ്. ആ ആവേശം വളരെ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി അത് അതിന്റെ അത്യുന്നതിയിലെത്തിയിട്ടുണ്ട്. ശരിക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരു തരംഗം തന്നെയാണ് ഇടതു സ്ഥാനാർത്ഥി ക്യാമ്പയിനൊക്കെ. ആ പിന്തുണ വോട്ടായിട്ട് കൂടി കിട്ടുമെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു കനകോലുവോ മറ്റാരും ഇല്ലാതെ തന്നെ സോഷ്യൽ മീഡിയ സംസാരിക്കുകയായിരുന്നു VV അരുണുമായി. എന്തായാലും LDF സ്ഥാനാർത്ഥിയുടെ കലാശക്കൊട്ടിലേക്കുള്ള വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ ജനപങ്കാളിത്തത്തോടെ പാർട്ടി പ്രവർത്തകരുടെ വലിയ ആവേശത്തിന്റെ നടുക്കിലാണ് രാവിലെ തന്നെ ഈ വാഹന പ്രചാരണ ജാഥ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം ഇനി